പിന്നെ വന്നേക്കോളും മൈൻക്രാഫ്റ്റിൻ്റെ ഹാക്കായിട്ട്. മൈൻക്രാഫ്റ്റിൻ്റെ ഹാക്കല്ല, ഹാക്സ് ആയിട്ട് വന്നേക്കോളും. ആദ്യത്തെ ഹാക്ക് ഇങ്ങനെ ഞാൻ ഒത്തിരി ഹാക്ക് ചെയ്തായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമാണിത്. ഈ ഹാക്ക് എത്തുക പോലെ എനിക്കറിയില്ല, ഞാൻ വെറുതെ ചെയ്ത് വെച്ചതാ ഗേസ്. ഇപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങോട്ട് വരുന്ന എന്തോ സാധനമാണ്, പിന്നെ തനിയെ അങ്ങോട്ട് പോയിക്കോളും. ഇവിടെ ബട്ടണൊന്നും ഞാൻ വെച്ചില്ല, ഇവിടെ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഈ സൈഡ് മുഴുവൻ ബട്ടണും വെക്കാനുണ്ട് ഗേസ്. നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതെന്തുവാ ഞാൻ ചെയ്തതെന്ന്. സ്റ്റെപ്പാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സ്റ്റെപ്പ്. ഇവിടെ നമ്മൾ വെച്ചില്ല. ഓക്കെ, ബട്ടൺ കേസ് ഇത്ര മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അവിടെ വെക്കാം. നിങ്ങൾക്ക് ചെസ്റ്റിനകത്ത് ഡയമണ്ടോ എന്ത് വേണമെങ്കിലും അതിനകത്ത് വെക്കാം. ആരും പിടിച്ചേക്കില്ല. ബിക്കോസ് അമ്മമാരെല്ലാവരും ചിരിക്കും, ഈശ്വരാ ഇതെങ്ങനെ ഈശ്വരാ ഇത് വർക്കാക്കിയിരിക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ അത് ഇവിടോട്ട് വന്നോളൂ. ഇവിടോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇങ്ങനെ കയറി ഇങ്ങനെ പോവാം. നിങ്ങൾ ഈ ബട്ടണും എല്ലാ ബട്ടണും ഇങ്ങനെ ഞെക്കിയാൽ മതി. ഞാനവിടെ എന്തൊക്കെയും ഞാൻ ചെയ്തതില്ല. ഇങ്ങനെ എന്നിട്ട് വിചാരിക്കും, ചിലവർ വിചാരിക്കും അയ്യോ നീ ഇങ്ങനെ പോകാനോ. ഈ വട്ടം ഞെക്കിയ സർവൈവലിലുള്ളവർക്കൊന്നും അറിയത്തില്ലേ. ഇഷ്ടമെന്നാണ്ട് ഇങ്ങനെ നമ്മളിപ്പോൾ പറയുന്നു. നമ്മൾ പറന്ന കേസ് നടക്കുന്നത്, നമുക്ക് പറന്ന് നടക്കേണ്ട. കണ്ടോ കേസ്, അവിടെ ഇരിക്കുന്ന സാധനത്തിന് ഇവിടെ കൊണ്ടുവരും. നിങ്ങളിപ്പം അവിടെ ചെസ്റ്റ് വെച്ചേക്കും. അന്നേരം ആരെങ്കിലും എടുക്കാൻ നോക്കുമ്പം നിങ്ങൾക്ക് ആ ബട്ടൺ ഇങ്ങനെ ആക്കിയിട്ട് അവരെ രണ്ടുപേരെ ഇങ്ങനെ കളിപ്പിക്കാം. പിന്നെ നിങ്ങൾ ഈ ബട്ടൺ വെക്കുവാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, വെറുതെ ഇങ്ങനെ പോകും. പിന്നെ നിങ്ങൾ ഈ ബട്ടൺ വെക്കണം. അന്നേരം കണ്ടോ നിങ്ങളിങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ മാജിക്ക്. ഈ ബട്ടൺ ഞാനത് ഇങ്ങോട്ട് ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇവിടെ ഇതാണോ സംഭവം. ക്രിയേറ്റിവിറ്റിയിലാണെങ്കിൽ ചിലവരെല്ലാം കയറും, പക്ഷെ സർവൈവലാണെങ്കിൽ ആരും കയറത്തില്ല. ഇതുണ്ടോ ഇങ്ങനത്തെ ഉള്ളൊരു സാധനമാണ്. ഇനി വേറെ അത് ഇവിടെ ചാടി എന്തെങ്കിലും പറ്റുമോ? ഇല്ല. വേറെ അതിനേക്കാളും വലിയൊരു സീക്രട്ട് ബേസ് ഉണ്ട് ഗേസ്. അതിന് വേണ്ടി ഒരു ഒത്തിരി സംഭവങ്ങളൊക്കെ വേണം. എല്ലാം ഞാൻ ചെയ്യുന്നതായിരിക്കും ഗേസ്. ഇത് നിങ്ങൾക്ക് കാണാൻ തോന്നും. ഇവിടുന്ന് അങ്ങ് ചാടാം. സർവൈവലാണെങ്കിൽ നിങ്ങൾ ചാടാൻ പാടില്ല. ഇവിടെ കണ്ടോ ഇങ്ങനെ TNT ഇല്ലേ ഗേസ്, ഞാൻ TNT എടുത്തേക്കുവാണ്. ഓ മൈൻഡ് കാർട്ട് ഇല്ലാതെ പറ്റത്തില്ല, മൈൻഡ് കാർട്ട് എടുക്കണം. അല്ല ഗേസ്, ഞാൻ വേറൊരു മാജിക്കാണ് നിങ്ങളെ കാണിക്കുന്നത്. മൈൻഡ് കാർട്ട് ഇല്ലാതെ ഇത് തറയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഗേസ്. നോക്കോ, ഇതിപ്പം ബ്രെയില്, ഇപ്പം മൈൻഡ് കാർട്ട് അതിൽ പൊട്ടിച്ച് നോക്കോ. ഡ്രൈവ് ഇപ്പോൾ ഞാൻ പൊട്ടിച്ചു. ഞാൻ കുറച്ച് ബാക്കിലോട്ട് തള്ളിയിട്ടാൽ മതി. നിങ്ങൾ അങ്ങനെയുണ്ട്. ഈ റെയിൽ പൊട്ടിക്കുമ്പോൾ അവിടെ തന്നെ നിൽക്കും കേസ്. ഇതാണ് ഞാൻ പറഞ്ഞ മാജിക്ക്. ഇത് റൈഡ് നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ ടാപ്പ് ടു ജമ്പ് കണ്ട കേസ് ഇങ്ങനെ വരും. അത് നിങ്ങൾക്ക് മറികടക്കാൻ ഈസി ഒരു മാർഗ്ഗമുള്ളൂ കേസ്. ഇത് ടൈം ഇങ്ങനെ കണ്ടോ, നിറച്ച് ഇങ്ങനെ ഇരിക്കണം. അതിപ്പോൾ വർക്കാവുന്നില്ല കേസ്. ട്രാക്ക് ആ മൈൻഡ് ട്രാക്ക് പൊട്ടിക്കുകയാണെങ്കിൽ അത് തറയിൽ വന്നിരിക്കും. ഇപ്പം നിങ്ങൾ സാധാരണ തറയിൽ വന്ന് ഫോൺ ചെയ്താൽ വരത്തില്ല മൈൻഡ് കാർട്ട്. ഇനി വേറെ എന്താന്ന് പറയുമ്പോൾ വേറെ സംഭവമുണ്ട് കേസ്. അതായത് നമ്മളെ ഈ സംഭവമില്ലേ, നമുക്ക് ഓക്ക് പ്ലാങ്ക് ഇല്ലേ കേസ്, ഇതല്ലല്ലോ ഓക്ക് പ്ലാങ്ക്, അത്യാവശ്യത്തിനൊന്നും കിട്ടില്ല. അതാണ്ട ഓക്ക് പ്ലാങ്ക് ആദ്യമില്ല. ഒരു സംഭവമുണ്ട്, ഇതിങ്ങനെ റോഡിലൊക്കെ പോകും കേസ്. അതായത് നിങ്ങൾക്ക് മനസ്സിലായി കാണും.
ഈ സാധനമില്ലേ, ഈ സാധനം റോഡിലും പോകും. നമ്മൾ മൈൻകാറിട്ടെ ഇവിടെ സെറ്റ് ചെയ്ത് ഇവിടെ ഐലൻഡാണ്. ഇവിടെ പറ്റത്തില്ല സാധനം. നമ്മൾ ഐലൻഡിന് തന്നെ കൊണ്ടുവന്ന് സീക്രട്ട് ബേസ് എല്ലാം വെച്ചത്. ഇവിടെ പറ്റത്തില്ല ഗേസ്. വേറെ എവിടെയെങ്കിലും വലിയൊരു സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയാൽ ഇത് ചെയ്യാം. എടാ നമുക്ക് പറക്കാൻ പറ്റുന്നില്ല. പറന്ന് നമ്മളെ വീടൊക്കെ ഉണ്ട് ഗേസ്. ഓക്കെ, ഇവിടെ തന്നെ നമുക്ക് ചെയ്യണം. ഇവിടെ ചെയ്യാം ഗേസ്. ഇവിടെ നല്ല സ്ഥലമാണ്. പിന്നെ ഇത് ഓട്ടിക്കാൻ പറ്റിക്കും നിങ്ങൾക്ക് തറയില്ല. അതാണ് മാജിക്ക്. അതാ ശരിക്കുള്ള മാജിക്ക്. നിങ്ങൾ കണ്ടോ, ഇവിടെ ഇത്രയും ഇതെടുത്തിട്ട് ഇവിടെ ഒരെണ്ണം ഇങ്ങനെ വെക്കണം, ഇവിടെ ഒരെണ്ണം ഇങ്ങനെ വെക്കണം. ഓ, ഇവിടെ ആരാ വെച്ചേ? സർവൈവൽ ആണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. സർവൈവലാണ് കുറച്ചുകൂടെ നല്ലതുള്ളത്. ഓ, സർവൈവലിൽ നിങ്ങൾ രാത്രി ചെയ്യല്ലേ. അവന്മാർ കണ്ടോ സോംബീസൊക്കെ വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞപ്പോൾ തന്നെ സോംബീസ് വരുന്നു. സർവൈവൽ നിങ്ങൾ ചെയ്യാൻ പോലും രാത്രിയിൽ. നിങ്ങൾ എങ്ങോട്ടേക്ക് വേണമെങ്കിലോ വിടാം. എന്നിട്ട് കണ്ടോ നിങ്ങൾക്ക് റെയിൽ എടുത്ത് വെക്കണം. റെയിലല്ല, പവർ റെയിലാണ് വേണ്ടുന്നത്. ഈ സ്ഥലത്തിലെ പവർ റെയിൽ വേണം കേസ്. പവർ റെയിൽ എന്തിയേ? ഈ കുറച്ച് വലിയ ആക്കാണ്. അതിനുവേണ്ടി പവർ റെയിൽ പവർ റെയിൽ കാണുന്നില്ല. കിട്ടി. ഇതാണ് നമ്മളെ പവർ റെയിൽ. അല്ല, ഇതെന്തോ ഇതാണ് ഡിക്റ്റേറ്റർ റെയിൽ ആക്ടിവേറ്റഡ്. പവർ റെയിൽ ഉണ്ടോ കേസ്? പവർ റെയിൽ നിങ്ങൾ ഇങ്ങനെ 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 വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഒരു മൈൻ കാർട്ട് സ്പോൺ ചെയ്യണം. അതായത് മൈൻ കാർട്ട് എന്ന് പറയുമ്പോൾ 3 മൈൻ കാർട്ട് സ്പോൺ ചെയ്യണം. 3 മൈൻ കാർട്ട് സ്പോൺ ചെയ്യുന്ന സ്ഥലവും വേണം. സ്ഥലത്തിന് വേണ്ടി കുറച്ച് പുറകോട്ട് നിങ്ങൾ ചെയ്തിട്ടേക്കണം. നിങ്ങൾ അയ്യോ, ഓക്ക് പ്ലാങ്ക് അല്ലായിരുന്നു. മൈൻ കാർട്ട് 1 2. ഇത് കുറച്ച് ഇതുണ്ടോ ഗീസ്? ഇത് കുറച്ച് മുമ്പോട്ട് ഇങ്ങനെ ആക്കണം. ഇല്ലാതെ പറ്റത്തില്ല. മുമ്പോട്ടാവ്. അത് മുമ്പോട്ടായാലേ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഇതങ്ങ് നശിപ്പിക്കാം. ഇത് കുറച്ച് മുമ്പോട്ടായാലേ പറ്റൂ. എന്നാലും നമുക്ക് ചെയ്ത് നോക്കാം. അയ്യോ, തിരിച്ചു പോന്നു കേസ്. നമുക്ക് തിരിച്ചു പോകുന്നത് വേറൊന്നും ഉണ്ടല്ലോ. അത് എടുക്കാം. ഓയ്, ഓ തെറ്റി ഗേസ്. എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ടോ ഗേസ്, 3 ഇതിങ്ങനെ കണ്ടോ, ഇതിങ്ങനെ അടുക്കി വെക്കാൻ പറ്റുന്നില്ല. ഇത് കണ്ടോ, ഇത് താഴെ കണ്ടോ, ഇത് താഴെ ഇങ്ങനെ അടുക്കി വെച്ചോണ്ടിരിക്കണം. താഴെ അടുക്കി ഇത്രയും മതിയെന്ന് തോന്നുന്നു. എന്നിട്ട് റൈഡ് കൊടുക്കാം. ഈ സ്പൂണില്ല, കുറച്ച് പുറകോട്ട് കൂടെ പോവാം. പുറകോട്ട് പോ. ഇത് ഞാൻ കാണിച്ചു തരാം. ഇനി എനിക്ക് വയ്യ കേസ്. ഈ ടെസ്റ്റ് എനിക്ക് തോന്നുന്നത് ഈസി ആയിട്ട് പോവുന്നത് ഇവിടെ തടി ഇങ്ങനെ വെക്കണമെന്നാണ്. തടി വെക്കാതെയാണ് ആ ട്രിക്ക് കാണിച്ചത് അയാൾ. പക്ഷെ തടി വെക്കണമെന്ന് തോന്നുന്നു, ബിക്കോസ് ട്രാപ്പ് ആവത്തില്ലേ. എടേ, ആരോടെ പൊട്ടിത്തെറിച്ച്? നീ പൊട്ടിത്തെറിച്ച്? ഞാൻ സർവൈവലിൽ കളിക്കുന്നതുകൊണ്ട് ക്രീപ്പർ പൊട്ടിത്തെറിച്ചത് വിചാരിച്ചു. ഓക്കെ, ഇവിടെ കണ്ടോ ഗൈസ്? ഇവിടെ കണ്ടിട്ട് കുറച്ച് പുറകോട്ട് നിങ്ങൾ തള്ളണം. റൈഡ് കൊടുത്തിട്ട് കുറച്ച് സ്പീഡ്. ഡിക്റ്റേറ്റർ വേണം ഗൈസ്. ഡിക്റ്റേറ്റർ റെയിൽ അത് നടുക്കൊന്ന് നിങ്ങൾ വെച്ചേക്കണം. ഡിക്റ്റേറ്റർ റെയിൽ മറക്കല്ലേ. നടുക്ക് ഡിക്റ്റേറ്റർ റെയിൽ വേണം. ഡിക്റ്റേറ്റർ
ചാട് ഇതിനെ ഞാനങ്ങ് കൊന്നുകളയുക. കണ്ടോ ഗൈസ്, നിങ്ങൾ ഇങ്ങോട്ടെങ്ങാണോ ഒരെണ്ണം സ്പോൺ ചെയ്യണം. ബിക്കോസ് നല്ല സ്പീഡ് വേണം. റൈഡ്. ഓ കേസ്, എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പിസ്റ്റൺ ഇല്ലേ കേസ്, നമ്മൾ സ്റ്റിക്കി പിസ്റ്റൺ വേണമെന്ന് തോന്നുന്നു. എന്നാലേ ഇത് വർക്കാവും. സ്റ്റിക്കി പിസ്റ്റണേ, ഇത് നമ്മൾ ഇങ്ങനെ അങ്ങ് വെക്കണം. ഇങ്ങനെ ഇങ്ങനെ അങ്ങനല്ല, ഇത് ഇങ്ങനെ നമ്മൾ മാറ്റണം. എന്നിട്ട് നമ്മളില്ലേ ഈ ലിറ്റർ റെയിലും ഇതിനും പകരം ഇവിടെ ഒരു പിസ്റ്റൺ, ഈ റെയിലൊക്കെ എല്ലാം മാറ്റി എന്നിട്ട് ഇവിടെ ഒരു പിസ്റ്റൺ വെച്ചിട്ട് ഇവിടെ ഒരു റെയിൽ വേണം. റെയിൽ എന്ത് ഗൈസ്, ഡിക്റ്റേറ്റർ റെയിലല്ല, പവർ റെയിലാണ് വേണ്ടുന്നത്. പവർ റെയിൽ. ഓക്കെ, പവർ റെയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ വെക്കണം. എന്നിട്ട് പിസ്റ്റണിൽ ഒരു ബട്ടൺ ഇങ്ങനെ വെക്കണം. ഇവിടെ ഉള്ള എല്ലാം പൊളിച്ചളയാണ്. ഇവിടെ ഇനി ഒന്നും വേണ്ട. ഇവിടെ കണ്ടോ, ഇവിടെ പിസ്റ്റൺ മാത്രം മതി. എന്നാൽ നിങ്ങൾ ഇവിടെ കറക്റ്റ് ഇങ്ങനെ ഒരു മൈൻ കാർട്ട് സ്പോൺ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്തോ ചെയ്യണമെന്ന്. മൈൻ കാർട്ട് റൈഡ് കൊടുത്തിട്ട് പിസ്റ്റൺ വെച്ച് ഇങ്ങനെ ആക്കണം. പിന്നെയും നിങ്ങൾ അത്രയും മൂവ് ചെയ്യത്തോണെങ്കിലും നിങ്ങൾ കുറച്ചുകൂടെ മുമ്പോട്ട് ഇവിടെ പോയിട്ട് കണ്ടോ, ഈ സ്ഥലത്ത് ഒരു പിസ്റ്റൺ വെച്ച് പിസ്റ്റൺ വെക്കണം. എന്നിട്ട് ഒരു ബട്ടൺ വെക്കണം. അതായത് ഇന്ന് മുഴുവൻ പിസ്റ്റൻ്റെ കളിയാണ്. പിസ്റ്റൺ നിങ്ങൾ തനിയെ അങ്ങോട്ട് പോയിക്കോളൂ. പിന്നെ നിങ്ങൾക്കൊരു പണിയുണ്ട്. പിന്നെയും ഇവിടുത്തെ റെയിൽ പൊട്ടിക്കുക, പിസ്റ്റൺ വെക്കുക. പിസ്റ്റൻ്റെ കളികളാണ്. നിങ്ങൾ റൈഡ് കൊടുക്കുക. പിസ്റ്റൺ 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 കുറച്ച് മുമ്പോട്ടായിപ്പോയി ഗേസ്. ഓ, ഈ പിസ്റ്റൺ വെച്ച് തള്ളിയാലേ പറ്റൂ. അപ്പോൾ പറഞ്ഞു. ഇനിയും നിങ്ങൾ പിസ്റ്റൺ വെച്ച് തള്ളുവാണെങ്കിൽ നല്ലപോലെ വരുന്നതായിരിക്കും. ഞങ്ങൾ ഒരു പിസ്റ്റൺ വെച്ചിട്ട് ഒരു ബട്ടൺ വെക്കുന്നു, തള്ളുന്നു. മോനെ കണ്ടോ, ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഓട്ടിക്കാം. പക്ഷെ ഒരുപാട് പണിയാവുന്നേ ഉള്ളൂ. ഓട്ടർ ബട്ടൺ വെക്കുന്നു. ഇവിടെ അല്ല ഈ പിസ്റ്റൺ വരാണ്ട്, ഇവിടെ കറക്റ്റ് ഇവിടെ. നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് പോകണം. ഇവിടെ പിസ്റ്റൺ വരാണ്ട്, ഇതിനെ കുറച്ച് തള്ളണം. ഓ, പൊടിയായി. ഇവിടെ ഈ പിസ്റ്റൺ, ഇവിടെയാണ് ഈ പിസ്റ്റൺ വരേണ്ടത്. എന്നിട്ടൊരു മൈൻ കാർട്ട്. ഓ, റെയിലില്ലാതെ പറ്റത്തില്ല. കേട്ടൊരു മൈൻ കാർട്ട് വിളി. ഈ മൈൻ കാർട്ട് വരുന്നില്ല. ഇനി റൈഡ് കൊടുത്തിട്ട് എല്ലാം അങ്ങ് പൊട്ടിച്ച് കളയും. കുറച്ച് മുമ്പോട്ടാക്കിയിട്ട് ഇതും കൂടെ പൊട്ടിക്കും. ഒരു പിസ്റ്റൺ വെച്ച് മുമ്പിൽ ഇവിടുന്ന് അങ്ങ് തള്ളു. തള്ളു 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 തള്ളു. ഗേസ് പറ്റുന്നില്ല. ഇത് വെച്ച് തള്ളാം. യേസ്, പടിപാളി. ഇവിടെ ഈസി ആയിട്ട് പൊട്ടിക്കാം. ഓക്കെ, ഇനി കണ്ടോ, ഇവിടെ ഒരു പിസ്റ്റൺ. ഇവിടെ തന്നെ ആണോ? ഓ, ഇത് ഇനി പറ്റത്തില്ല. ഇവിടെ റെയിൽ എടുത്തിട്ട് ഇവിടെ മൈൻ കാർട്ട്. ഓക്കെ, പിന്നെ പിസ്റ്റണിൽ ഒരു ബട്ടൺ വെച്ചിട്ട് മുമ്പോട്ട് ഇങ്ങനെ ആക്കണം. അയ്യോ, ഇത്രയേ ഉള്ളൂ. ഈ സ്ഥലം വയ്ക്കോളും. ഇതൊരു പിസ്റ്റൻ്റെ സ്ഥലമാണ്. ഇതിങ്ങനെ നിങ്ങൾ ബട്ടൺ എല്ലാം പോയി. ബട്ടൺ എല്ലാം വെക്കണം. ഒന്നുകൂടെ
കണ്ട കേസ് ഇങ്ങനെ കളിക്കാം. അടുത്ത ടിക്ടോക്കൊക്കെ എന്താണെന്ന് പറയുമ്പം ഞാൻ ചെയ്ത് നോക്കിയില്ല, എന്നാലും വർക്കിംഗ് ആണെന്നൊന്നും എനിക്കറിയത്തില്ല. അത് വർക്കിംഗ് ആണെന്ന് തോന്നുന്നു. യൂട്യൂബിലെല്ലാം ഭയങ്കര വൈറലായ ഒരു ഹാക്കാണ്. വർക്കായില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. അയ്യോ, 2 പിസ്റ്റൾ വേണം. ഒരു പിസ്റ്റലിൽ വെള്ളം ഒഴിച്ചാൽ മതിയെന്നാണ് പറയുന്നത്. അത് വർക്കായില്ലെങ്കിൽ വെച്ച് നോക്കാം. ഇത് വർക്കാവുന്നില്ല ഗൈസ്. അത് വർക്കാവേണ്ടതാണ്. വർക്കാവുന്നില്ല. എന്താണ് അത്? സാധാരണ പിസ്റ്റം വേണോ? സ്റ്റിക്കി പിസ്റ്റമല്ല, സാധാരണ പിസ്റ്റം മതി എന്ന് തോന്നുന്നു. സ്റ്റിക്കി പിസ്റ്റം മാറ്റി സാധാരണ പിസ്റ്റം വെച്ച് നോക്കാം നമുക്ക്. ഒരു ബ്രോ പറഞ്ഞായിരുന്നു ഇത് വർക്കാവുന്നു, പക്ഷെ അത് വർക്കാവുന്നില്ലല്ലോ. അയ്യോ നാട്ടുകാരെ ഓടി. ഓക്കെ, ഇങ്ങനെ വേണം. ബട്ടൺ വേണം. അയ്യോ, വർക്കാവില്ല. ഇത് വർക്കാവത്തില്ല. നിങ്ങൾ ഇവിടെ ഇങ്ങനെ കട്ട ഇതങ്ങ് പൊട്ടിക്കുക. ഓടൊക്കെ ഉണ്ട്. ഓട ഇങ്ങനെ കട്ട വെക്കണം. ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ കുഴിച്ചു പോയാൽ മതി. അന്നേരം ആ വെള്ളം എല്ലാം കാണാതാവത്തില്ല. ഇതുണ്ടോ, ഈ കട്ടയെല്ലാം നിങ്ങൾ പൊട്ടിച്ച് കളയണം. ആ ടിക്ടോക്ക് തെറ്റിപ്പോയി. ഇത് 2ാമത്തെ ഹാക്കാണ് കേസ്. ഓക്കെ, ആ ടിക്ടോക്ക് ഹാക്ക് പോലെ തന്നെ ഒരു ഹാക്ക് തന്നെയാണ്. ഇതെല്ലാം കണ്ടോ, ഇതെല്ലാം ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ബട്ടൺ വെച്ച് നിറയ്ക്കണം. ഇവിടെ ഇത് വെച്ചെങ്ങനെ നിറച്ചാൽ മതി നിങ്ങൾ. വേറെ പ്രശ്നമില്ല. ഇത് പിന്നെ നിറയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങനെ തന്നെ ഇട്ടേക്ക്. ഓക്കെ. ഇവിടെ ഒരു കുഴി എടുക്കാൻ നിങ്ങൾ മറക്കല്ലേ. ഇങ്ങോട്ടത് പോകാതിരിക്കാൻ ഇവിടെ ഇത്ര ഇങ്ങനെ ബട്ടൺ വെക്കും. ബട്ടണല്ല ഈ സാറ് കട്ട. അന്നേരം ഇത് കാണത്തില്ല. ഇത് എടുക്കാന്ന് പറഞ്ഞില്ലേ, സർവൈവൽ ആണെങ്കിൽ ഇത് എടുക്കാന്ന് പറഞ്ഞ് അമ്മാരിങ്ങനെ പൊട്ടിച്ചോണ്ടിരിക്കും. താഴെ നിങ്ങൾ കാണാൻ പറ്റും. അമ്മാർ താഴെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മാരിങ്ങനെ ചാടും. എന്നിട്ട് ഇതെടുക്കുമ്പോൾ പിന്നെ ഒത്തിരി ഉള്ളതെന്ന് പറഞ്ഞിട്ട് അവന്മാരിങ്ങനെ പോകും. അന്നേരം നിങ്ങളെന്തോ ചെയ്യണം, ഇവിടെ ലാവ ഒഴിക്കണം. അന്നേരം അവന്മാർക്കൊരു വലിയ ട്രാപ്പ് തന്നെ ആയിരിക്കും കേസ്. അതായത് ലാവ. ലാവയും കാണുന്നില്ല. കിട്ടി. അമ്മാർക്കൊരു വലിയ ട്രാപ്പ് തന്നെ കൊടുക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ചെന്ന് വീരല്ലേ, നിങ്ങൾ വീണ്ടും എൻ്റെ അടുത്ത് കിടന്ന് പറയില്ലേ. നമ്മളെ കണ്ടോ, മുഴുവൻ ഇങ്ങനെ ലാവയും ഒഴിക്കും. അയ്യോ, ഞാൻ കട്ടിയേ. ഇവിടം വരെ വേണ്ട, ഇവിടെ വരെ വന്നു. ഇപ്പം ഉണ്ടോ, ഇവിടെ നിങ്ങൾ ഇത് വെച്ചങ്ങ് മൂടണം. അമ്മാരിക്കൊന്നും മനസ്സിലാവത്തില്ല. ഇപ്പം ഇത്രേ ഉള്ളു. അതുകൊണ്ട് നിങ്ങൾ ഒരു സൈൻ ബോർഡ് വെക്കണം. സൈൻ ബോർഡ് നമുക്കൊരു സൂപ്പർ സംഭവം തന്നെ മനസ്സിലാവും. സൈൻ ബോർഡ് എന്തോത്തിനാണെന്ന് നിങ്ങൾ ചോദിക്കല്ലേ, എനിക്ക് തന്നെ അറിയത്തില്ല. ആ ടിക്ടോക്കിലുള്ള അണ്ണം പറയുന്നേ. സൈൻ ബോർഡ് ചിലപ്പം നമ്മളെ ഇത് ഇവിടെ ഇരിക്കുന്നെന്ന് പറയാം. നമുക്ക് ചെസ്റ്റ് ഹിയർ എന്നിരിക്കുക. അന്നേരം അവന്മാരതിനകത്ത് ഡയമണ്ട് ഉണ്ടെന്ന് വിചാരിച്ചങ്ങ് പോവും. അതുകൊണ്ട് ഇതിവിടെ കുറച്ച് ടോർച്ച് കൂടെ വെക്കട്ടെ, ഇല്ലെങ്കിൽ അമ്മമാർക്ക് കാണത്തില്ല ഒന്നും. ചെസ്റ്റ് ഹെറന്നോ,
ഏടെ ടെസ്റ്റ് ചെയ്യാറെന്നായിരുന്നു സുഹൃത്തുക്കളെ, ചെറുതായിട്ട് പാളിപ്പോയി. അമ്മമാർ ഡയമണ്ടാന്ന് വിചാരിച്ച് ഇങ്ങനെ വന്നങ്ങ് എടുക്കും. അയ്യോ, ഇനിയൊന്നും എഴുതാൻ പറ്റത്തില്ലേ? പൊട്ടിച്ചോളാ, ഇനി വേറെ എന്താണെങ്കിലും വെച്ച്. ഓക്കെ 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 മാറ്റ്. ഓക്കെ, ഇപ്പം അമ്മമാർക്കെല്ലാം നല്ലപോലെ കാണാം. അമ്മമാരിപ്പം ഞാനാണ് കേസ് അമ്മമാർ ഇതങ്ങ് പൊട്ടിക്ക്. ഇത് വേണ്ട, അമ്മമാർക്ക് പൊളിക്കാൻ പാടാ. ഞാൻ ഇവിടെ ഇങ്ങനെ ടോർച്ച് വെക്കാം. ഓക്കെ. അയ്യോ, അവിടെ ആരാ കുഴിയെടുത്തേ? ഇവിടെ നിങ്ങളൊരു കുഴിയെടുക്കാം. ബിക്കോസ് ഇവിടെ നിങ്ങൾക്ക് വേറൊരു പണിയുണ്ട് കേസ്. ഇവിടാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഈ സംഭവം വെക്കേണ്ടത്. മനസ്സിലായി കാണുമല്ലോ. പിസ്റ്റൺ 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 എന്ന് പറഞ്ഞ് നിറച്ച് ഒന്ന് വെക്കുക. പിസ്റ്റൺ വെച്ച് നിറയ്ക്കാനല്ല, എന്നിട്ട് പിസ്റ്റണിലൊരു ബട്ടൺ വേണ്ട കേസ്. ടോർച്ച് എടുത്ത് വെക്ക്. എന്നിട്ട് ഓക്ക് പ്ലാങ്ക് വെച്ച് അടയ്ക്കാമല്ലോ. ഓക്ക് പ്ലാങ്ക് അല്ല, ഗ്രാസ് ബ്ലോക്ക് വെച്ചിട്ട്. എന്തോതിനാണ് നിങ്ങൾ ചോദിക്കല്ലേ? ഫൈനലിൽ ഞാൻ കാണിച്ചു തരാം ഗേസ്. ഓക്കല്ല, നമ്മളെ എന്തുവായിരുന്നു, നമ്മളെ പോച്ച. ഓക്ക് മാറ്റി പോച്ച എടുക്കട്ടെ. ഫൈനൽ ടെക്സ്റ്റിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നിങ്ങളെങ്ങാണോ വന്ന് വിടുന്നെങ്കിലോ. അതുകൊണ്ടാണ് ഇപ്പം ഇവൻ വന്നിട്ട് ചെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞല്ലേ, ഈ ലാവയൊക്കെ എനിക്ക് അടക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഇവനങ്ങ് ചാടി അങ്ങ് പോവും. സർവൈവലായി ഞാൻ സർവൈവൽ ഇട്ടുവാണ് കാണിച്ചു തരാം. ഓയ് ഓയ് ഓയ്, ഞാനിപ്പോൾ സർവൈവലോട്ട് പോകാൻ പോവുകയാണ്. സർവൈവലിൽ എങ്ങനെ പോകുന്നത്? സെറ്റിക്സൊന്നും കാണുന്നില്ലല്ലോ സർവൈവലിലോട്ട് പോകാൻ. ഞാൻ ചീറ്റാണെങ്കിൽ ആക്ടിവേറ്റ് ആക്കിയിട്ടും ഇല്ല. എനിക്ക് സർവൈവലിലോട്ട് പോകണം. ഞാൻ സർവൈവലിലോട്ട് പോട്ടെ. സർവൈവലിലോട്ട് പോകാൻ പറ്റത്തില്ലെന്നാ ഗേസ്, അല്ലാതെ ഞാൻ കാണിച്ചു തരാം. ഒപ്പം ഞാനൊരു സോംബീനെ ഇവിടെ ഇട്ടെന്ന് വിചാരിച്ചു. ഞാൻ സോംബീനെ ഇവിടെ ഇട്ടാൻ പോവുക. ഇവിടെ ആരാ കൊണ്ടുവന്ന് വെക്കുന്നത്? ഗ്രാസ് ബ്ലോക്ക് അല്ല, സോംബി മുട്ട. ഓക്കെ, അവിടെ സോംബിയുടെ മുട്ട എന്ത് ചെയ്യേ? ഓക്കെ 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 പോളാർ ബെറി വോക്കറിനെ കൊണ്ടുവരുന്ന മുട്ട നിങ്ങൾക്കറിയാവോ ഗേസ്? ഗാർഡിയനോ? അതാരാ ഗാർഡിയനെ ഒന്ന് വിളിച്ചു നോക്കാം ഗേസ്. ഗാർഡിയൻ എന്തോ ഗാർഡിയൻ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇതാണോ ഈ കുഞ്ഞുകുരുപ്പാണോ? ഇതെനിക്ക് വേണ്ട, ഇത് ചാടിപ്പോയി ഗേസ്. എന്തെങ്കിലും കിട്ടുമായിരുന്നെങ്കിൽ. ഇതെന്തോ പാരറ്റോ? നമുക്ക് വില്ലേജറിനെ കൊണ്ടുവന്ന പോലെ ഗീസ്. സ്കെൽട്ടൺ എൻഡ്മാൻ വില്ലേജർ. ഓക്കെ, നമുക്ക് വില്ലേജറിനെ കൊണ്ടുവിടോ. ഗെയിം ലാഗ് അടിക്കുന്നു. ഗെയിം ലാഗ് അടിക്കാൻ തുടങ്ങി. ഇതിനകത്തൊരു വില്ലേജറിനെ നമ്മൾ നൈസായിട്ട് ഇടുന്നു. ചത്തു അതൊന്ന് പോകുന്നു. ചത്തിട്ട് വാ എല്ലാവരും ചത്തിട്ട് വാ. ചാവട്ടെ ചത്തു. അയ്യോ, കുഞ്ഞു കുട്ടി ചാവുന്നു. അല്ല, ഈ സോള ലാവ ബക്കറ്റ് എന്ത് ഇവിടെ നിറഞ്ഞില്ല നല്ലപോലെ. മാറ്, വേണ്ട, ഒന്നും വേണ്ട. ലാവ ബക്കറ്റ് എന്തിയേ? ഇനി നമ്മള് വില്ലേജറിനെ എല്ലാമാരും ചത്തിട്ട് അമ്മാരെവിടാ പോകുന്നേ? നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അണ്ടർഗ്രൗണ്ടിലാണോ പോകുന്നതെന്ന്. എടി, അണ്ടർഗ്രൗണ്ട് സ്ഥലം ഇല്ലോടെ ഇവിടെ.
കേസ് എവിടെ കേസ് അണ്ടർഗ്രൗണ്ട് സ്ഥലം ഇല്ല. താരോട്ട് പോയി നോക്കാം. താരോട്ട് പോകുമ്പോഴും അണ്ടർഗ്രൗണ്ട് ഇല്ല. നമ്മൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? നമ്മളിവിടെ വെള്ളം മേടിച്ചില്ലായിരുന്നോ? പൊങ്ങിക്കോ. ഇനിയിപ്പം താരോട്ടൊന്നും പോകാൻ വയ്യായിരിക്കും. അതിന് വേണ്ടിയാണ് കേസ് ഞാൻ താരോട്ട് പോകാൻ വേണ്ടി ഒരു മാർഗം ഉണ്ടാക്കിയിട്ടത്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇവിടെ ഞാൻ റെയിൽ വെച്ചതാ. ഇവിടാണ് ഞാൻ താരോട്ട് പോകാനുള്ള മാർഗം ഉണ്ടാക്കിയത്. ശരിക്കും പറഞ്ഞു എൻ്റെ ആയിരുന്ന സ്ഥലം ഞാൻ മറന്നുപോയില്ല. ഈ പിസ്റ്റം ഉണ്ടോ കേസ്? ഈ പിസ്റ്റം വെച്ച സ്ഥലത്തു നിന്നാണ് ഞാൻ താരോട്ട് പോകുന്നത്. കേസ് ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്കിക്കോട്ടെ. ഇത് എങ്ങനെയാണെന്നല്ലേ കാണിച്ചു തരാം. ബട്ടൺ ഓക്കെ, ബട്ടൺ എടുക്കുക. ഇവിടെ ഇങ്ങനെ വെക്കുക. ഇറ്റൊരു ഗ്രാസ് ബ്ലോക്ക്. ബട്ടൺ ഇങ്ങനെ ഒത്തിരി കാര്യമൊന്നുമില്ല. ഇവിടെ കണ്ടോ, നിങ്ങൾ ഇതങ്ങ് പൊളിക്കുക. മനസ്സിലായി കാണുമല്ലേ? എന്നിട്ട് ഇവിടെ കണ്ടോ, ഇവിടെ കുഴിക്കേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ കുഴിച്ച് താഴോട്ട് നിങ്ങൾ പോകണം. ഈ പിച്ചറങ്ങ് പൊട്ടിക്കുക. പിന്നെ ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് പിന്നെ നിങ്ങൾ ഉള്ളേതരം കൂടെ ഇപ്പം ഇവിടെ ഉണ്ട്. ചാവടാ പോയി ചത്ത് തൊലയടാ നീ. കേസ് വില്ലേജ് കുട്ടി അവിടെ ഉണ്ട് കേസ്. അതുകൊണ്ട് നമുക്ക് ഈ വഴി ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പോവാം കേസ്. താഴോട്ട് എന്തുവാ? താഴോട്ടില്ല അവയാ കേസ്. താഴോട്ട് നമുക്ക് ഒരു പണി ചെയ്യാം. താഴോട്ട് നമുക്ക് ഇങ്ങോട്ടൊരു ലാവ ഇങ്ങനെ ആക്കാം. നമ്മുടെ തീ പിടിക്കും കേസ്. മൂട് കേസ്. നമ്മൾ തീ പിടിച്ച് അയ്യോ കേസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ഓക്കെ, ടാറ്റാ, ബൈ, സീ യു.